ഹായ് ഫ്രണ്ട്സ്, പുത്തനത്താണി കാർഷിക നഴ്സറിയുടെ തന്നെ സഹോദര സ്ഥാപനമായ വെട്ടിച്ചിറ കാർഷിക നഴ്സറിയിലെ പ്ലാന്റ് ഡ്രമ്മിൽ സെറ്റ് ചെയ്ത് കൊടുക്കുന്ന വീഡിയോ ആണ് നിങ്ങൾ കാണുന്നത്. അത്യാവശ്യം എല്ലാ രീതിക്കുമുള്ള വളം, അതായത് എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, പിന്നെ ആടുവളം എന്നിവ വളങ്ങൾ മിക്സ് ചെയ്ത് ആണ് നമ്മൾ ഡ്രമ്മിൽ പ്ലാന്റ് സെറ്റ് ചെയ്യുന്നത്. പിന്നെ നമുക്ക് ഒരു കസ്റ്റമറുടെ ആവശ്യപ്രകാരം നമ്മൾ ഡ്രമ്മിൽ നമ്മുടെ ഫാമിൽ തന്നെ വെച്ച് സെറ്റ് ചെയ്ത് കൊടുക്കുന്ന വീഡിയോയാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഡ്രമ്മിൽ പ്ലാന്റ് സെറ്റ് ചെയ്യുമ്പം ചകിരിച്ചോറ് നിർബന്ധമാണ്. കാരണം ഈർപ്പം നിലനിർത്താൻ ചകിരിച്ചോറ് നല്ല രീതിയിൽ സഹായിക്കുന്നതാണ്. അപ്പം ചകിരിച്ചോറ് ഇട്ട് അതിൽ അത്യാവശ്യം അതിന് വേണ്ട എല്ലാ രീതിക്കുമുള്ള വളമിട്ട് നമ്മൾ പ്ലാന്റ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്ന കസ്റ്റമർക്ക്, മലപ്പുറം ജില്ലയിലുള്ള കസ്റ്റമർക്ക്, മലപ്പുറത്ത് നമ്മൾക്കുണ്ട്, അതായത് അത്യാവശ്യം നമ്മുടെ ഫാമിനോടനുബന്ധിച്ച് വരുന്ന ഭാഗത്തെല്ലാം വന്ന് സൈറ്റിൽ നമ്മൾ സെറ്റ് ചെയ്ത് തരും. കസ്റ്റമറുടെ ആവശ്യപ്രകാരം വന്നാൽ നമ്മൾ കുറച്ച് ദൂരെ പോയി സെറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ്. പക്ഷെ ഞങ്ങൾക്ക് ഡെലിവറി ഇല്ല, കൊറിയർ സർവീസ് ഇല്ല. പിന്നെ നമ്മൾ പ്ലാന്റ് സൈറ്റിൽ വന്ന് സെറ്റ് ചെയ്ത് കൊടുക്കും. ഇപ്പോൾ ഡ്രമ്മിലാണ് സെറ്റ് ചെയ്യേണ്ടത്, അത് സൈറ്റിൽ വന്ന് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ വന്ന് സെറ്റ് ചെയ്ത് തരും. ഞങ്ങൾ ഡ്രമ്മെല്ലാം കൊണ്ടുവരും. പക്ഷേ മണ്ണിന് ഇതുപോലെ നല്ല മണ്ണ് കിട്ടണമെന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുടെ ആവശ്യപ്രകാരമാണ് നമ്മൾ നമ്മുടെ ഫാമിൽ തന്നെ വെച്ച് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിൽ തന്നെ നിങ്ങൾ കാണുന്ന മാവ് നാംഡോക്കുമായിയാണ്. മാങ്ങകളിൽ തന്നെ ഏറ്റവും നല്ല ബെസ്റ്റ് മാങ്ങയാണ് നാംഡോക്കുമായി ഒരു വിദേശി, നമ്മുടെ നാട്ടുകാരനല്ല, കേരള അല്ല, അതായത് നാംഡോക്കുമായി തായ്ലാൻഡുകാരുടെ മാങ്ങയാണ്. എന്നാൽ പോലും നമ്മളെ നാട്ടിൽ അത്യാവശ്യം നല്ല രീതിക്ക് കായ്ക്കുന്ന മാങ്ങയാണ്. നല്ല ടേസ്റ്റുള്ള മാങ്ങയാണ് നാംഡോക്കുമായി. ഒരുപാട് കസ്റ്റമർ വന്ന് നാംഡോക്കുമായി കൊണ്ടുപോകുന്നുണ്ട്. ഏത് കാലാവസ്ഥയിലും നല്ല രീതിയിൽ കായ്ക്കുന്ന അത്യാവശ്യം നല്ല വലിപ്പമുള്ള മാങ്ങയാണ് നാംഡോക്കുമായിയുടെ അത്യാവശ്യം നല്ല രീതിയിൽ കാണുന്നത് വളവും എല്ലാം കൂടി മിക്സ് ചെയ്ത മണ്ണും കൂടെ നമ്മൾ ഡ്രമ്മിലോട്ട് ആഡ് ചെയ്യുന്നതാണ് നിങ്ങൾ കാണുന്നത്. അത്യാവശ്യം നല്ല രീതിക്ക് പ്ലാന്റ് ചെയ്ത് കൊടുക്കും. പിന്നെ നിങ്ങൾക്ക് ഞങ്ങളെ ഫാമിൽ വന്ന് പ്ലാന്റ് സെലക്ട് ചെയ്യാം. പ്ലാന്റ് സെലക്ട് ചെയ്തിട്ട് പോവാം. നിങ്ങളുടെ സ്ഥലം അറിയിക്കുമ്പോൾ ഞങ്ങൾ വന്ന് സെറ്റ് ചെയ്ത് തരും. ഏതൊരു വിധ നിങ്ങൾക്ക് അതിനകത്ത് വരുന്ന അത്യാവശ്യം എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വന്നതിനെ ക്ലിയർ ചെയ്ത് തരും. പിന്നെ നിങ്ങൾ കസ്റ്റമർ കൊണ്ടുപോകുന്നത് അതിനുശേഷം അതിലോട്ട് വെള്ളം കൊടുക്കലും അതിനെ പരിചരിക്കലും നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. കാര്യം നമ്മൾ ഡ്രമ്മിലാക്കി കഴിഞ്ഞാൽ മാത്രം പ്ലാന്റിൻ്റെ പണി അവിടെ കഴിയുന്നില്ല. അതിൽ അത്യാവശ്യം നല്ല രീതിക്ക് വെള്ളം കൊടുക്കണം. നമ്മൾ കൊടുക്കുന്ന വളം എന്തായാലും ഒരു 6 മാസത്തോളം അതിനകത്ത് നിൽക്കും. പിന്നെ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒരു വളപ്രയോഗം, മുളകച്ചിരി എല്ലുപൊടിയും വളപ്പൊടിയും ഒക്കെ മിക്സാക്കി അതിൽ കുറേശ്ശെ കൊടുക്കുന്നത് നല്ലതായിരിക്കും. എന്ന് വെച്ചാൽ അമിതമായ എല്ലാ വളങ്ങളും വാരിക്കുരി കൊടുക്കണമെന്നല്ല പറയണത്. എന്തെങ്കിലും ഒരു വളപ്രയോഗം ചെയ്യേണ്ടി വരും. പിന്നെ ഈ ഡ്രമ്മിലാണ് നമ്മൾ പ്ലാന്റ് വെക്കുന്നത് കൊണ്ട് സാധാരണ നമ്മൾ തറയിൽ വെച്ചാൽ 2-3 വർഷം കായ്ക്കാൻ സമയം എടുത്തിരുന്നാലും ഡ്രമ്മിൽ വെക്കുമ്പം പ്ലാന്റ് പെട്ടെന്ന് കായ്ബലം തരും നമുക്ക്. അതായത് പക്ഷേ എണ്ണം കുറവായിരിക്കാനും നമ്മൾ തറയിലൊരു പ്ലാന്റ് വെച്ചാൽ നമ്മളെ പ്ലാന്റ് എന്താ ചെയ്യുക, ആദ്യം വളർന്നതിന് ശേഷം അത് കായ്ക്കും. പക്ഷേ ഡ്രമ്മിൽ വെക്കുമ്പം നമ്മൾ കൊടുക്കുന്ന വളം അതിൽ തന്നെ നിൽക്കുകയല്ലേ ചെയ്യുന്നത്. അപ്പം അതാണ് നിങ്ങൾ മനസ്സിലാക്കാനുള്ളത്. അപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക.